വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം സാറ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ, റിയാക്ടിങ് വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ള പലരും ആ വീഡിയോ കണ്ടു കാണും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് അടി വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സാറ ജോസഫ് എന്ന് പറയുന്നത്. ഞാൻ പുള്ളിക്കാരിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാണ് ആളെന്നുള്ളത് മനസ്സിലാവും. ഇന്ന് കടിച്ചു മുറിച്ചോണ്ടാണ് ഉച്ചയാഹാരം കഴിച്ചു തുടങ്ങിയത്. കഴിക്കുന്നതിന് മുമ്പ് ആമാശത്തിലേക്ക് സ്ഥലം ഒരുക്കണം. അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി എന്റെ ശരീരത്തിലുള്ള നെയ്യെല്ലാം മണ്ണിലേക്ക് ഉരുക്കി വിടുകയാണ്. അപ്പോഴത്തേക്ക് ചാച്ചൻ വരുന്ന കണ്ടോണ്ട് രണ്ടു ചാട്ടം കൂടുതൽ ചാടി. പിന്നെ പോനിക്കറി ഇപ്പൊ എനിക്ക് കുടുംബ വീട് പോലെ ആയതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഒരു കണ്ണൂർ കോക്ടെയിലേക്ക് കൊണ്ടുവിടാ. പിന്നെ ഒരു സന്തോഷം, കോക്ടെയിൽ അണ്ടിപ്പരിപ്പ് കടിച്ചാന്ന് തോന്നുന്നു. മുത്തിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഒന്നെ ഞാൻ അണ്ണാക്കിലേക്ക് തള്ളിയും വിട്ടിട്ടുണ്ട്. എനിക്കിതല്ല ചിന്ത, എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ. അവിടെ ഞാൻ നേരെ ഒരു വട്ടം വെച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി നടുക്കോട്ട് ഈ ചെമ്മീൻ ചറങ്ങ് ഒഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ ചേച്ചി ഒഴിക്കുന്നു, അതെല്ലാം കൂട്ടി ഞാൻ അടിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഊട്ടി പോയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഫുഡിലെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്റെ ദൈവം, എന്റെ പെണ്ണടമായ ചോറില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് മൃഷ്ടാങ്ക ഞാൻ ഇവിടുന്ന് ചോറ് വാരി ഉണ്ണുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ ചേട്ടനാണ് പോകുന്നേയില്ലായിരുന്നു. എനിക്കാണ് ഇഷ്ടംപോലെ ആഹാരം ഇങ്ങനെ തള്ളി എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ട് നീക്കി തരുന്നുണ്ടായിരുന്നു. പോന്നിക്കരയിൽ ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. നല്ല ബംബ്ലാസ്റ്റിക് മീനാണ്. പിന്നെ എപ്പോഴത്തെ ബേസ് ഹാർഡായപ്പം നമ്മുടെ തൈരെടുത്ത് കറക്കി അങ്ങോട്ട് ഒഴിച്ചേച്ച് കൂട്ടി അടിക്കുകയാണ്. ഇനി എണ്ണക്കൂടി ആമാശത്തിലേക്ക് ഇറങ്ങിപ്പോയി മുത്തെടുക്കണമെങ്കിൽ ഒരു കാന്ത പുറകെ ഇറക്കി എന്നുള്ള സങ്കടത്തിലാണ് ഇത് കടിച്ചു പറിച്ച് കഴിക്കുന്നത്. ഈ വിഷമത്തിലും പിന്നെ ഇതൊക്കെ കാണാനും തിന്നാനും പറ്റുന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. അതിന്റെ ഇടയ്ക്ക് ആൻഡ്ര ചാച്ചന്റെ ബോളിംഗ് ഈയിടെയായിട്ട് ഇവന് ഇത് തീറ്റിപ്പണ്ടാരോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് മുള്ളിനെ ആത്മാവിനെ അടക്കം ഒരുമിച്ച് തിന്നുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇപ്പൊ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നെഞ്ചാൻകുഴി കുരുങ്ങിന്ന് ചത്തേനെ ഞാൻ. പക്ഷെ അതിലൊന്നും നമ്മൾ തളരത്തില്ല രാമൻകുട്ടി. എന്താ നിങ്ങൾക്ക് അറിയില്ല, കാര്യം അന്നമാണ് എന്റെ ഉന്നം, അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉന്നം. പിന്നെ എനിക്ക് ഈ മുരിങ്ങാക്കോലിനെ പറ്റി രണ്ടെണ്ണം പറയാറുണ്ട്. കാരണം വലിച്ചിട്ടും വരുന്നില്ല. വെള്ളത്തിൽ വേറെ റബ്ബർ ബാല് ചോട്ടിൽ ഒഴിച്ച് വളർന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മീമുള്ള ഒരു താട്ടി കാണിക്കുകയാണ്. ഇനി നമുക്ക് 5 സെക്കൻഡ് ചോറിനെ വന്നിട്ട് കപ്പ് എടുക്കാം. കപ്പയോട് നല്ല കാന്താരി ഇട്ട മുളക് ചമ്മന്തി, അതുപോലെ തന്നെ നല്ല മീന്റെ പരിഞ്ഞിലും മത്തിമീന്റെ പരിഞ്ഞിലും ഒക്കെ എടുത്തിട്ട് കുഴച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ തിന്നു നോക്കും. ഈയോ സ്വർഗം മാമ. ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത ഷാനുക്കൊക്കെ ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റെസ്റ്റോറന്റിൽ നിന്ന് മത്തിയുടെ പരിഞ്ഞിലൊക്കെ തിന്നാൻ കിട്ടുന്നത്. രണ്ടര അതിന്റെ ഇടയ്ക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ചേട്ടൻ കൊണ്ടുകൊണ്ട് തരുന്നുണ്ട്. നീ കൈസെല്ലാം അണ്ണാക്കിന്ന് ഡിസ്കോ ഡാൻസ് കളിച്ച് തൊണ്ടേ കുരുങ്ങി ചാവാതിരിക്കാനായിരിക്കും. രണ്ടര അതിന്റെ ഇടയ്ക്ക് ഞാൻ ആത്മാവ് എടുത്ത മീന്റെ തല നിർവീര്യം ചെയ്യാൻ പോവാണ് ചാച്ചൻ. ഇത് കണ്ടോണ്ടിരുന്ന എന്റെ അകത്തേക്കൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൂടെ സൈഡായിട്ട് തന്നെ അവിയലിനെ ഒറ്റ കൈ കൊണ്ട് ഒറ്റ കറക്കെടുത്ത് ഒറ്റ പിടി. എന്തൊരു തീറ്റയാണല്ലോ ഇതൊക്കെ, എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിനു മുമ്പ് ഞാൻ ഈ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാറ ജോസഫിന്റെ ഹസ്ബൻഡ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കളിച്ച് ചിരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. പുള്ളിക്കാരിയുടെ ഏറെക്കുറെ വീഡിയോസ് എന്ന് പറയുന്ന ഫണ്ണും എന്റർടൈൻമെന്റും ഒക്കെയാണ്. വീഡിയോസ് ഒക്കെ ആകുമ്പോഴത്തേക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ അഭിപ്രായങ്ങൾ വരുമല്ലോ. അതുപോലെ തന്നെ സാറയുടെ വീഡിയോയിലും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സുകൾ വരാറുണ്ട്. നെഗറ്റീവ് കമന്റ് വരുമ്പോഴത്തേക്കും നമ്മളെ ഏറെക്കുറെ ബാധിക്കാത്ത കമന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് വിട്ടുകളയുന്നതാണ് നല്ലത്. അങ്ങനെ ഈ ഒരു സാറയുടെ ഈ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോയുടെ താഴത്ത് ഒരു നെഗറ്റീവ് കമന്റ് വന്നു. അത് ശരിക്കും ഒരു നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു അഭിപ്രായം പോലെയാണ് പുള്ളി കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ കമന്റ് ഒന്ന് വായിച്ചു തരാം. കാര്യം വ്ലോഗ്സ് എല്ലാം നല്ലതാണെങ്കിലും കുറച്ച് ഓവറായി വരുന്നുണ്ടെന്ന് എനിക്ക് മാത്രമാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറായി തുടങ്ങും ആൾക്കാർക്ക്. എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ കമന്റ് ബോക്സ് അല്ലേ, അഭിപ്രായം പറയാലോ അല്ലേ. അപ്പൊ ചിത്ര എന്ന് പറയുന്ന ഒരാളാണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത്. ആ ചേച്ചിക്ക് തോന്നിയ കാര്യം അവർ പറഞ്ഞു. അവർക്ക് വീഡിയോ ബോറായി തോന്നുന്നുണ്ടെന്ന് തോന്നിയപ്പോ അത് നൈസായിട്ട് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. കമന്റ് ബോക്സ് അല്ലേ, അഭിപ്രായം പറയാലോ. ആ രീതിയിൽ അതിനെ കണ്ടൊഴിവാക്കി വിട്ടാ പോരെ. പക്ഷേ സാറയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമന്റ് പുള്ളിക്കാരിക്ക് അത്ര പിടിച്ചില്ല. അങ്ങനെ സാറ എന്ത് ചെയ്തു, ആ കമന്റിനെ ട്രോളിക്കൊണ്ട് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എല്ലാ വിവാദത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. മീറ്റ് വിത്ത് ചിത്ര എസ്. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി ഒരു കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി അപ്പൊ ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പൊ ഓക്കെ ബൈ ബൈ. ഓക്കെ അങ്ങനെയല്ല, ഓക്കെ ബൈ ഗായ്സ്. കണ്ടില്ലേ ആ ചേച്ചിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ. പക്ഷെ ഉള്ളത് പറയാലോ, സാറ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും ആ ചേച്ചി കുറ്റപ്പെടുത്തുന്ന രീതി വന്ന് കമന്റിലൊന്നും വന്ന് പറഞ്ഞില്ല. കമന്റ് ബോക്സിൽ അവര് വന്ന് അഭിപ്രായം പറയുന്ന പോലെ സാറയ്ക്ക് അവരോട് അഭിപ്രായം പറയാനുള്ള ഇതുണ്ട് എന്ന് കരുതി ഈ വരുന്ന കമന്റ്സിനെല്ലാം റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടാൻ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ.
സംഭവം ഒരു മധുര പ്രതികാരം പോലെ കോമഡി ആയിട്ട് ചെയ്യാൻ നോക്കിയതാണ് പുള്ളി. ഒത്തില്ല. അത് സാറയുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും സാറ ആ ട്രോളിക്കൊണ്ട് ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് ബോക്സ് ഞാനൊന്ന് വായിച്ചു തരാം. ഒരേ ഡ്രസ്സ് മാറി മാറിയിട്ട് ഫോട്ടോ എടുത്തു എന്നുള്ളത് ഒരു കുറ്റമല്ല. ഒരാൾ ഏറ്റവും മാന്യമായ ഒരു വിയോജിപ്പ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ഇടുന്നയാൾ ഇത്രയധികം വികാര പ്രകടനം നടത്തേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഇല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്ത് നിലവാരമില്ലായ്മയാണ്? നിങ്ങൾ കാണിച്ചത് വ്യക്തി അധിക്ഷേപമാണ്, പ്രതികരണമല്ല. അവരുടെ ഇൻസ്റ്റ ID റിവീലാക്കി അവരുടെ ഫോട്ടോസ് പബ്ലിക്കിന് മുമ്പിൽ ഇട്ടുകൊടുത്തത് എന്തിനാ? അത്രയ്ക്ക് ചീപ്പായി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. വീഡിയോസ് രസമുണ്ടെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് കടുത്തുപോയി. ഒരു ഡ്രസ് ഇട്ട് 10 വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങളെപ്പോലെ ഓരോ ഡ്രസ്സ് ഓരോരോ വീഡിയോയിൽ ചെയ്യാൻ എല്ലാവരെ കൊണ്ടും ഒരുക്കുമോ? വൈരാഗ്യം തീർക്കും പോലെ തോന്നി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആളുകളും. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെ. ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ആ ചേച്ചി പേഴ്സണലി വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇതിനൊന്നും എതിർത്ത് പറയാനില്ല. സാറ ഇരന്ന് വാങ്ങിയ കമന്റ്സ് ആണ് ഇതൊക്കെ. അപ്പുറത്ത് നിന്ന് ഒരാള് അഭിപ്രായം പറഞ്ഞതിന് ഇപ്പുറത്ത് നിന്ന് ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ അതിന് പകരമാകുമെന്നാണോ വിചാരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ വിട്ട് കളയേണ്ട കേസാണ്. എന്തായാലും ഇതിന് ശേഷം സാറാന്റെ ആ ഒരു വീഡിയോയെ റിയാക്ട് ചെയ്തുകൊണ്ട് മറ്റൊരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ വീഡിയോ കണ്ട് എന്റെ കിളി വരെ പോയെന്ന് പറഞ്ഞാൽ മതി. You guys know influencer Sarah Joseph. Actually, I were a supporter of her, but I started hating her. Only I realized one thing. പുള്ളിക്കാരത്തെയും കുറെ വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഐ സോ എ വീഡിയോ. പുള്ളിക്കാരത്തിന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തിന്റെ നെഗറ്റീവ് കമന്റ് ആണെന്ന് വാദിക്കുന്ന ഒരു കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ടേൺ ആൻഡ് ക്രോസ് മില്യൺ വ്യൂവേഴ്സ്. ഓൺലി ഷീ നോ ദാറ്റ് ആ കമന്റ് ഇട്ട വ്യക്തിനെ ഈസി ആയിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വലിച്ചു കയറി ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താൽ ഷീ വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ആൻഡ് ഷീ ക്യാൻ എന്റർടൈൻ പീപ്പിൾ. I want to ask one thing towards Sarah Joseph that നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? ഇതുവരെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും വന്നിട്ടില്ല. ഫോർ മീ ഐ നോ ദാറ്റ് ലൈക്ക് നമ്മളൊരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള റിയൽ നെഗറ്റീവ് കമന്റ്സും സ്ലട്ട് ഷെയിമിംഗും ബോഡി ഷെയിമിംഗും ഒക്കെ നമ്മുടെ നേർക്ക് വരും. ഓഫ് കോഴ്സ് യു ഫേസ് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഇൻഫ്ലുവൻസർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമന്റുകൾക്ക് അത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകൾ പലതും നിങ്ങളുടെ ഐഡിയയിൽ വരുമ്പോഴും വൈ യു ചൂസ് ദീസ്? ബിക്കോസ് യു നോ ദാറ്റ് റൈറ്റ് സ്റ്റിഗ്മ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഫിസിക്കുള്ള ഒരു സ്ത്രീ അല്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തത്. നിങ്ങൾ അവരെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ബൈ ഫുൾ പീപ്പിൾ, റൈറ്റ്? യാ, യു ഗെറ്റ് ദാറ്റ്. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാറ്റ് ഏതൊരു മനുഷ്യനെ എന്തെങ്കിലും അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കിനെ, അവരുടെ കളറിനെ, അവരുടെ ജെൻഡറിനെ, അവരുടെ ഒരു രീതിനെ, അവരുടെ മാനറിസത്തിനെ ഒക്കെ പറഞ്ഞ് തിരിച്ച് കളിയാക്കാതെ ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു റെസ്പോണ്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല? ആക്ച്വലി അത് നിങ്ങളുടെ പോരായ്മയാണോ വൈകല്യമാണോ? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി എന്തെങ്കിലും രീതിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റോ ഒരു തെറി പറയാത്ത അല്ലെങ്കിൽ വൃത്തികേടില്ലാത്ത ഒരു ഒപ്പീനിയൻ പോലും പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വേ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ലട്ട് ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡി ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കളർ ഷെയിമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മാനറിസംസ് എങ്കിലും എടുത്തിട്ട് വേറെ രീതിക്ക് പോർട്രേറ്റ് ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവണത. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ബിക്കമിംഗ് ദിസ് മച്ച് ചീപ്പ്. അവർക്ക് തിരിച്ച് പറയാനായിട്ട് കാര്യങ്ങൾ ഇല്ലായിരുന്നിട്ടാണോ? Why don't Sarah Joseph ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് why don't she say and why don't she think like ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അത്തരത്തിലുള്ള സ്ലട്ട് ഷെയിമിംഗും തെറിയും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക്, ബട്ട് ഈ കമന്റിനകത്ത് അത്തരത്തിലുള്ള ഒരു വൃത്തികേടും ഇല്ല. ഷീ ഈസ് ഓൺലി ആസ്കിംഗ് അബൌട്ട് മൈ കോണ്ടന്റ് അല്ലേ? ഈ പേഴ്സണാലിറ്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് ഐ ന്യൂ ദാറ്റ്. You made it right. What the confidence? And that you have a man, right? എല്ലാ കമന്റിന്റെ താഴെ റിയാക്ട് ചെയ്യുന്നത്. എന്റെ ഭാര്യനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. Then hold your ഭാര്യ and live with her. ഒരാളിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ബോഡി ഷെയിമിംഗ് ചെയ്യാനായിട്ട് വലിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും what the satisfaction which you get, guys? It was a plan, right? You know that. Like I said. മോനെ നീ എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? പറഞ്ഞു കാട് കയറി പോവാണല്ലോ. ഇവൻ പറയുന്നത് ഫുള്ളും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റാത്ത പോലെ. സംഭവം സാറയ്ക്ക് ഈ വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പകരം സാറ മനഃപൂർവ്വം പബ്ലിക്കിന് മുന്നിൽ അവരെ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്താണെന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി കൂടുതലല്ലേ? ശരിക്കും ഈ സാറ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്ത ആ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പിന്നെ വീഡിയോസിനടിയിൽ വന്ന ഓരോരുത്തർ കമന്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് കാണും ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അതിന് സാറ മനഃപൂർവ്വം അവരെ ബോഡി ഷെയിമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണെന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധുര പ്രതികാരം തീർത്തതാണ് സാറ, പിന്നെ മനഃപൂർവ്വമാണ് ഇതൊക്കെ സാറ ചെയ്തതെന്നുള്ള രീതിയിലാണ്. പക്ഷെ സാറ വിചാരിച്ചു കാണത്തില്ല ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന്. കാര്യം പുള്ളിക്കാരി ഒരു കോമഡിയിൽ ചെയ്യാൻ നോക്കിയതായിരിക്കാം. പിന്നെ ഇവൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിരിക്കുമ്പോൾ അതിന്റെ അടിയിൽ വീഡിയോയുടെ അടിയിൽ പലതരത്തിലുള്ള കമന്റ്സ് പലവിധ ആൾക്കാരും ഇടാറുണ്ട്.
പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരും. അത് ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതിന് മനക്കെട്ടിയില്ലാത്തവർ ആ പണിക്ക് പോകരുത്. നെഗറ്റീവ് കമന്റ് വരുമ്പോ തന്നെ ഈ LKG പിള്ളേർ പറയുന്ന പോലെ പിച്ചി മാന്തി എന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ. അവരെ ബോഡി ഷെയ്മിങ് ചെയ്ത് തകർക്കാൻ വേണ്ടിയാണ് സാറ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും വിശ്വാസയോഗ്യമല്ല, ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല. അതൊക്കെ വളരെ മോശമല്ലേ? ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സാറ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കതൊന്ന് കണ്ടു. വേണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടംപോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെയില്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3 or 4 വേറെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ ഇത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യരത്രേ ഉള്ളൂ. ഈ ചിത്രം അപ്പൊ അത്രയ്ക്കുള്ള കാര്യം. എന്തായാലും ഇതിന് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ മനഃപൂർവ്വം ബോഡി ഷെയ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ ഇട്ടുകൊടുത്തൊന്നും അല്ല. മേ ബി ഒരു തമാശയായിട്ട് പുള്ളിക്കാരി ചെയ്തതാവാം. പക്ഷെ അത് നന്നായിട്ട് പാളിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സാറയുടെ ഭർത്താവിനോട് ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് സാറ മറുപടി പറയുന്നു. ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതി നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയും, ചിലർക്ക് അത് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്നെ റിപ്ലൈ ചെയ്യും. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തോരം ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്ര ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കും. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ കുറെ പോരായ്മകളുണ്ട്. എനിക്കും പോരായ്മകളുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, സാറ ഇവിടെ ലാസ്റ്റ് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ആ ചേച്ചി എന്തിന് കമന്റ് ഇടുമ്പോ സാറയ്ക്ക് വിഷമമാകുമെന്ന് കരുതണം? അവര് ചെറിയൊരു അഭിപ്രായം മാത്രമല്ലേ പറഞ്ഞത്. ഒരാൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് പ്രകടിപ്പിക്കാം. കാരണം അത് അവരുടെ അഭിപ്രായമാണ്. മാത്രവുമല്ല അവർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, എന്റെ മാത്രം അഭിപ്രായമായിരിക്കാം ഇതെന്ന് പറയുന്നുണ്ട്. ഈ ചെറിയ ചെറിയ നെഗറ്റീവ് കമന്റ്സിനൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ വലിയ നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നെഗറ്റീവ് കമന്റ് വരുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനല്ലേ പഠിക്കേണ്ടത്? എന്റെ കമന്റ് ബോക്സ് തന്നെ കാണാം, ഒരു കിൻഡൽ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിനൊക്കെ ഞാൻ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ. എന്ന് വെച്ചിട്ട് വൃത്തികെട്ട കമന്റ്സ് ഒക്കെ വരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കുക തന്നെ വേണം. വീഡിയോ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ നോക്കി എല്ലാവരും കമന്റ് ഇടുന്നത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ കണ്ടന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ വിമർശനങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. വീഡിയോസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായി. എന്തായാലും സാറ മറ്റവനിക്കിട്ട് ചെറിയൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.